മാങ്കുട്ടത്തിൽ എത്തുന്നു. അതും ഏതാണ്ട് 1 കോടിയിലേറെ രൂപയുള്ള ആഡംബര ഫ്ളാറ്റാണ് വാങ്ങാൻ വേണ്ടി ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത്. അത് വലിയ സാമ്പത്തിക ചൂഷണത്തിന്റെ തെളിവ് കൂടിയാണ്. അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിൽ പലതവണ ഈ പെൺകുട്ടിയെ സാമ്പത്തിക ചൂഷണം ചെയ്യുകയും സാമ്പത്തിക ചൂഷണത്തിന് ശ്രമിക്കുകയും. പിന്നെ തെറ്റ് ചെയ്ത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ, അത് കോടതി കിടക്കുന്ന കാര്യം. കോടതി നിയമങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വരണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഗർഭിണിയാക്കപ്പെട്ടു ഇല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ആ വ്യക്തിയുടെ കൂടെ ആരെങ്കിലും ഫ്ലാറ്റ് മേടിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ താല്പര്യപ്പെടുകയൊക്കെ ചെയ്യുമോ? നമ്പർ സേവ് ചെയ്തിട്ടേക്കുന്ന കണ്ടില്ലേ? രാഹുൽ ഒരു ലവ് ചിഹ്നമൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള ക്രൂരമായി പീഡിപ്പിച്ച ഒരു വ്യക്തിയുടെ ഇപ്പോഴും അങ്ങനെയൊക്കെയാണോ ഇട്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ എങ്ങനെയാണോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഒരു ന്യൂസും കൂടെ ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമിത്ഷാ വന്നത്, അതായത് ജനൻ ടി വിക്ക് അത് മാത്രം കണ്ട് റീൽ എങ്ങാണ്ട് മാത്രം കുറച്ച് ആൾക്കാർ കാണുക കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ അമിത്ഷാ വന്നത് ഒന്നും ഇല്ലാണ്ടായിപ്പോ എന്ന് പറയാം. BJPക്ക് ഒരു ട്രിവാൻഡ്രത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു അടി അന്ന് തന്നെ പറയാം. ഈ ഒരു രാഹുലിന്റെ വിഷയം വന്നപ്പോൾ നല്ല രീതി ഇവിടുത്തെ സർക്കാർ അതങ്ങ് മുതലാക്കിയെന്ന് പറയാം. ഓക്കെ, ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ഞാനൊന്ന് വെച്ചുതരാന്നല്ല, അതിന്റെ ഇത് കണ്ടില്ല. ഏഷ്യാനെറ്റിന്റെ ന്യൂസ് എടുത്ത് നോക്കിയാലും എല്ലാ ന്യൂസ് എടുത്ത് നോക്കിയാലും രാഹുൽ. ഓക്കെ, ചിരി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കേസ് അങ്ങ് മുങ്ങിപ്പോയി കേട്ടോ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അടച്ച 553.2 കോടി രൂപ കാണുന്നില്ല ഗൈസ്. ആ കേസൊക്കെ നൈസായിട്ട് അങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, രാഹുലിന്റെ ഒരു വിഷയം വന്നതിന് ശേഷം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇതിപ്പോ ചർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ. രാഹുലിന്റെ പെണ്ണ് പിടി, പിന്നെ പൊതിച്ചോറിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെതിർത്ത് സംസാരിച്ച വ്യക്തിയാണ്. അത് വെച്ചിട്ട് അങ്ങ് ട്രോള്. പിന്നെ അത് മാത്രമല്ല, രാഹുലിന്റെ ചാറ്റ്, ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച വ്യക്തിയുടെ ചാറ്റ് കാണിച്ചു തരാം. ആ പെൺകുട്ടി സേവ് ചെയ്ത രീതികളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ന്യൂസിലോട്ട് പോകാൻ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് വോയിസ് ഉണ്ട്. നിങ്ങൾ ആരും അത് മിസ് ചെയ്യരുത്. ഏറ്റവും അവസാനം ഞാൻ വെക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആരും സബ് ചെയ്യുന്നില്ല, എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ കൂടെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് ആ ചാറ്റ് ചെയ്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നത് എന്തായാലും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്തേക്കുക. ആരും അങ്ങനെ സബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കറക്റ്റ് വിവരങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ നാളെ എന്തായാലും കറക്റ്റ് വിവരങ്ങൾ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്, ചിലപ്പോൾ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നാളെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വിവരങ്ങൾ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞതായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വാർത്തയിലേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അതിജീവിതയുടെ ഫ്ളാറ്റ് വാങ്ങണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നതിന്റെ തെളിവുകൾ പുറത്ത്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, എന്ത് തെളിവാണ് ലഭിച്ചിരിക്കുന്നത്? മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ്, വാട്സ്ആപ്പ് ചാറ്റാണ്. ആ ചാറ്റിൽ പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഫ്ളാറ്റ് വാങ്ങാൻ നിർദ്ദേശം നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പാലക്കാട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി യുവതിയെ നിർബന്ധിക്കുന്നത്. ഫ്ളാറ്റ് 3 BHK ഫ്ളാറ്റ് വാങ്ങാനാണ് പറയുന്നത്. അപ്പോൾ അത്രയും സൗകര്യം വേണോ? 2 BHK ഫ്ളാറ്റ് മതിയല്ലോ എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് പോരാ, കൂടുതൽ സൗകര്യം വേണം എന്ന കടുംപിടുത്തത്തിലേക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ എത്തുന്നു. അതും ഏതാണ്ട് 1 കോടിയിലേറെ രൂപയുള്ള ആഡംബര ഫ്ളാറ്റാണ് വാങ്ങാൻ വേണ്ടി ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത്. അത് വലിയ സാമ്പത്തിക ചൂഷണത്തിന്റെ തെളിവ് കൂടിയാണ്. അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിൽ പലതവണ ഈ പെൺകുട്ടിയെ സാമ്പത്തിക ചൂഷണം ചെയ്യുകയും സാമ്പത്തിക ചൂഷണത്തിന് ശ്രമിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും പ്രധാന തെളിവായി ഈ സാമൂഹ്യ മാധ്യമത്തിലെ ചാറ്റ് മാറും. റോഷിപാൽ, പലതരത്തിൽ ചൂഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ സാമ്പത്തികമായിട്ടുള്ള ചൂഷണവും വലിയ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ പല സാധനങ്ങളടക്കം, ഈ ഫ്ളാറ്റ് വരെ എത്തിയിട്ടുള്ള സാധനങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട്. ചെരുപ്പിനടക്കം 10,000 രൂപയടക്കം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അതിജീവിത കൃത്യമായിട്ട് തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ കോടികൾ വരുന്ന ഫ്ളാറ്റിന്റെ ആവശ്യവും ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് നൽകാൻ പൈസ ഇല്ല, അതുകൊണ്ട് ആ ഫ്ളാറ്റ് വാങ്ങാനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു എന്നുകൂടി ആ എഫ്ഐആറിൽ നിന്ന് മനസ്സിലാക്കി. പീഡിപ്പിച്ചെന്ന് പറയുന്ന വ്യക്തി, അതായത് രാഹുലിന്റെ പേര് സേവ് ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ട? ആ പേരൊക്കെ സേവ് ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഈ പറയുന്ന ഫേസ് ക്രീമിനും ഷൂവിനും അതിനും ചെരുപ്പിനും എല്ലാത്തിനും 10,000 പിന്നെ കോടികൾ രൂപയും പൈസകളെല്ലാം രാഹുലിന് കൊടുക്കുന്നു. പിന്നെ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഈ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ള കാര്യങ്ങൾ ഉള്ളല്ലോ, പരസ്പര സമ്മതത്തോടായിരിക്കുമല്ലോ അത് ചെയ്തത്. അത് പിന്നെ ഒരു പീഡനമാവും. ഇതൊക്കെ സത്യമാണോ എന്ന് തന്നെ ഇനി ആർക്കറിയാം. ആദ്യത്തെ കേസ് ചീറ്റിപ്പോയി, രണ്ടാമത്തെ കേസ് ഒരു രക്ഷയില്ലെന്ന് അറിഞ്ഞപ്പോൾ മൂന്നാമത്തെ വരുന്ന കൊണ്ടുവരുന്നു. അപ്പം ആദ്യത്തെ രണ്ടാമത്തെ ആൾക്കാർക്കൊന്നും നീതി വേണ്ടേ? അത് ആ കേസ് വിടുവാണ്.
എന്തായാലും 14 ദിവസം അദ്ദേഹം ജയിലിലായിരിക്കും. 14 ദിവസം എല്ലാവർക്കും ആഘോഷിക്കാം. 14 ദിവസം എല്ലാവർക്കും ആഘോഷിക്കാം. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. ഓരോ വ്യക്തിയുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കേൾക്കണേ. ഈ വീഡിയോ അവസാനം വരെ കാണണേ നിങ്ങൾ. മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ കൃത്യമായി തന്നെ അതിജീവിത നൽകിയിട്ടുണ്ടല്ലേ? അങ്ങനെയാണ്, അത് നൽകിയിട്ടുണ്ട്. ഇത് 2024 ഡിസംബർ 20-നാണ് ഈ ചാറ്റ് നടക്കുന്നത്. ഇങ്ങനെ ഒരു ആശയവിനിമയം ഇവർ തമ്മിൽ നടക്കുന്നത്. ഫ്ളാറ്റിന്റെ വിശദാംശങ്ങൾ, ബിൽടെക് എന്ന ഫ്ളാറ്റിന്റെ വിശദാംശങ്ങൾ 12ാം നിലയിലുള്ള പ്രപ്പോസൽ ഉൾപ്പെടെ അതിന്റെ PDF രാഹുൽ മാങ്കൂട്ടത്തിൽ അയക്കുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള ചർച്ചകളാണ്. ഇതിന്റെ പേയ്മെന്റ് എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ 2024 ഡിസംബറിനകം തന്നെ വാങ്ങണം. അത് കഴിഞ്ഞാൽ അതിൽ പേയ്മെന്റ്, അതിന്റെ പ്രൈസിൽ മാറ്റമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇത്രയും സൗകര്യം ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ 3 BHK തന്നെ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ഏതാണ്ട് 1 കോടിയിലേറെ രൂപയാണ്. അതുകൊണ്ടാണ് പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. ഏതായാലും അത് വാങ്ങാനുള്ള ആലോചന നടന്നു. ഇടയിൽ പാലക്കാട്ടേക്ക് യുവതി വരികയും ചെയ്തു. പക്ഷേ പാലക്കാട് എത്തുമ്പോൾ ഗർഭിണിയാണ് യുവതി എന്ന് മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവളെ ഒഴിവാക്കാൻ വേണ്ടി ഫോൺ ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നില്ല. അങ്ങനെ ആ യുവതി തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് ഏറ്റവും പ്രധാന തെളിവാണ്. ഇരുവരും തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സാമ്പത്തിക ചൂഷണത്തിന് നിരന്തരം ശ്രമിച്ചതിന്റെ ഒരു തെളിവ് കൂടിയായി ഈ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഇവരായിട്ടാണ് കാണുന്നത്. അപ്പം യുവതി പ്രഗ്നന്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. യുവതിക്ക് ഹസ്ബൻഡ് ഉണ്ടെന്നും പറയുന്നു. പിന്നെ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. ഇത് 1ാമത്തെ കേസും 2ാമത്തെ കേസും 3ാമത്തെ കേസിലും എല്ലാം ഒരുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇപ്പോഴും കുറെ കാര്യങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഈ യുവതിക്ക് ഇനി ഭർത്താവ് ഉണ്ടോ, ഇപ്പം അഥവാ ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ആണോ എന്നൊക്കെ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം കോമഡിയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. റിപ്പോർട്ടർ ചാനലിനകത്ത് പുള്ളിക്കാരന് ഗ്രാഫൊക്കെ വെച്ചിട്ട് എന്റെ പൊന്നോ ചിരിച്ച് തല കുത്തുമായിരുന്നു ഞാനിത്. ടെലിഗ്രാം ഈ വാട്സപ്പിലെ ചാറ്റ് മാറും. റോഷിപാൽ, പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അതിജീവിത ഈ പരാതിയിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു തെളിവുകൾ എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത്? ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, പലതവണ ആശയവിനിമയം നടത്തുമ്പോൾ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയോട് പണം ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പിന് 10,000 രൂപ വാങ്ങിക്കുന്നു, ഭക്ഷണത്തിന് പൈസ അത് ഏതാണ്ട് 10,000 വാങ്ങിക്കുന്നു. അങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് 5,000 രൂപ വാങ്ങിക്കുന്നു. പലവട്ടം അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഇനം ബ്രാൻഡ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർബന്ധമായി എത്തിക്കണമെന്ന് പറയുന്നു. ഇതിനൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആവുന്നു. കൂടുതൽ പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇതൊക്കെ പുറത്തറിയിക്കുമെന്ന് പറയുന്നു. അതിജീവിതയുടെ ഫ്ളാറ്റ് വാങ്ങണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നമുക്കറിയാം ഇനി നാളെ എന്തൊക്കെ കഥകളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇനി 4ാമത്തെ കഥ വരാൻ ഇച്ചിരി താമസം എടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ റിനി വന്നിട്ടൊക്കെ പറഞ്ഞത് റിനി വന്നിട്ട് പറഞ്ഞ് ഇനിയും പെണ്ണുങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇലക്ഷൻ വരെ ഇതിങ്ങനെ നീണ്ടുപോകും. ഓക്കെ, എന്തായാലും നമുക്ക് അയച്ചൊരു വോയിസ് എന്തായാലും ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾ ആ വോയിസ് മൊത്തം ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം. എല്ലാം, അതായത് 24, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, എല്ലാ ചാനലുകളിലും രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു വിഷയം. മനസ്സിലായില്ലേ? കേരളത്തിന് ഏറ്റവും കൂടുതൽ കേരളം ഇന്ന് ആര് കൊണ്ടുവന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അമിത്ഷാ വന്നത് പറഞ്ഞിട്ടില്ല, പോയത് പറഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. മനസ്സിലായോ? അപ്പം കേരളത്തിലുള്ള ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലല്ല പ്രശ്നം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ആര് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ തെറ്റ് ചെയ്ത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ, അത് കോടതി കിടക്കുന്ന കാര്യം. കോടതി നിയമങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വരണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഗർഭിണിയാക്കപ്പെട്ടു ഇല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ ഇരകളൊക്കെ വിവാഹിതരായിട്ടുള്ള കാര്യമല്ലേ? എന്തുകൊണ്ടാണ് അത് ഈ വാർത്താ ചാനലുകളെല്ലാം മറച്ചു വെക്കുന്നത്? അതായത് പെൺകുട്ടി വിദേശത്താണെന്ന് പറയുന്നു. വിദേശത്ത് നിന്ന് ഇന്ന് രാവിലെ, അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച രാവിലെ കേരളത്തിൽ എത്തുമെന്ന് പറയുന്നു. അതെല്ലാം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ വിവാഹിതരാണോ അല്ലയോ എന്നൊക്കെ പറയാത്തത്? മനസ്സിലായില്ലേ? അപ്പൊ ഈ കേരളത്തിലുള്ള കുറെ അവർക്ക് വാർത്തക്കാർക്ക് അവരുടെ ചാനൽ മുന്നിൽ നിൽക്കുക, ആൾക്കാർ കാണണം, 10 ആൾ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമല്ലാതെ, അതായത് സത്യസന്ധമായ, അതായത് കുറച്ച് ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള റിപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? അല്ലാതെ രാഹുലിനെ പിടിച്ചുകൊണ്ടുപോയി അത് കണ്ട് പ്രതിഷേധിക്കുന്ന DYFI, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറെ ആൾക്കാരും പിന്നെ BJPയുടെ കുറെ ആൾക്കാരും കൂടി കയറി നിന്ന് വലിയ പരിപാടി നടത്തുന്നു. അതേ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ പറയുന്ന ശബരിമലക്കൊള്ള, മനസ്സിലായില്ലേ?
ശബരിമലയിലെ എവിടെ തുടങ്ങി ഇപ്പൊ എവിടെ വരെ എത്തി നിൽക്കുന്ന ആലോചിക്കണം. അതായത് എത്ര സാധനങ്ങൾ അടിച്ചോണ്ട് പോയി. ആദ്യം പറഞ്ഞ വാജുവാഹ വിഗ്രഹത്തിന്റെ, അതായത് ശബരിമലയിലെ ശില്പത്തിന്റെ ഫ്രണ്ടിലുള്ള ഇതിന്റെ മാത്രമേ സ്വർണം കൊണ്ടുപോയിട്ടുള്ളെന്നാ. അത് കഴിഞ്ഞ് കട്ടളപ്പാടിയായി, അത് കഴിഞ്ഞ് അവിടുത്തെ വേറെ പല സാധനങ്ങളുടെയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു. അവിടുത്തെ വിഗ്രഹം തന്നെ ഉള്ളതാണോ എന്ന് അറിയത്തില്ലെന്ന് പറയുന്നു. അതെല്ലാം നടക്കുമ്പോൾ തന്നെ ഈ BJP-ക്കാർ വലിയ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു പറയുന്ന പാർട്ടിയല്ലേ, എന്തേ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാതെ? മനസ്സിലായില്ലേ? ഒരു പ്രക്ഷോഭമോ ഇല്ല പ്രതിഷേധമോ ഒന്നും കാണിക്കുന്നില്ല. അതെന്തേ? ഈ പറയുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ട് മന്ത്രിയെ പുറത്തു വിട്ട പരിപാടിയൊക്കെ, അതൊക്കെ എത്രത്തോളം ഉചിതമായിട്ടുള്ള കാര്യമാണ്? അതായത് ഈ മന്ത്രി അറിയാതെ പോവോ? തന്ത്രിയെക്കാട്ടി മേലിലുള്ള ആളാ മന്ത്രി. മനസ്സിലായില്ലേ? മന്ത്രി പറഞ്ഞാൽ കേൾക്കും, തന്ത്രി പറഞ്ഞാൽ കേൾക്കണമെന്നില്ല ബാക്കിയുള്ളവര്. ഒരു ചെറിയൊരു ഇത് വെച്ച് ഞാൻ പറയുക, ഈ പറയുന്ന ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇനി അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന തന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വരാം. ഇന്ന് കാണിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് ഏതോ ഒരു വാർത്തക്കകത്ത് ജസ്റ്റ് കാണിച്ചിട്ട് പോയായിരുന്നു ഈ പറയുന്ന തന്ത്രി ICUലാന്നൊക്കെ. മനസ്സിലായില്ലേ? അപ്പം ആ തന്ത്രി എന്തേലും പറ്റാതിരിക്കാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം ആ ഒരു മന്ത്രീനെ അകത്താക്കാതിരിക്കാൻ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നെല്ലാ ചാനലുകളും ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നായി, ഇന്നൊരു വാർത്തക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഈ പറയുന്ന ശബരിമലയെ പറ്റിയുള്ള ഒരു കാര്യവും. ഏത് ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയതിനെ പറ്റിയുള്ള ഒരു വാർത്ത ഇന്ന് ആരെയൊക്കെ ചോദ്യം ചെയ്തെന്നോ ഒന്നും ഒരു കാര്യം ഒരു വാർത്തയിലും ഇല്ലായിരുന്നു. അപ്പം രാഹുലിന്റെ പുറകെ പോയി അയ്യപ്പക്കൊള്ള മറയ്ക്കാന്നുള്ള കാര്യമൊക്കെ വെറുതെയാണ്, നിങ്ങളുടെ വ്യാമോഹമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും അവ എന്ത് കാണിച്ചാലും കേരളത്തിലുള്ള ജനങ്ങൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല, ഒന്നും പോകാനും പോകുന്നില്ല. മനസ്സിലായില്ലേ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷിക്കുക തന്നെ വേണം. അത് കോടതിയിൽ പോയിട്ട് കേസും കാര്യങ്ങളും നോക്കി എങ്ങനെയാന്ന് വെച്ചാൽ അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. അതേ സമയത്ത് ഈ കാര്യം അങ്ങനല്ല. ഈ കാര്യം ജനങ്ങള് പല ആൾക്കാരും, പല അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും പല ആൾക്കാരും പൈസ കൊടുക്കുന്നതും പൈസ ഇടുന്നതും എല്ലാമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെയും കാര്യങ്ങളും എല്ലാം സംശയത്തിൽ നിർത്തേണ്ടതാ. പിന്നെ അവിടെ വന്നിട്ടുള്ള കാണിക്കയായിട്ടുള്ള എത്ര കോടിക്കണക്കിന് രൂപയാ ഒരു ദിവസം 1 ലക്ഷം പേരെടുത്ത് വരുന്നുണ്ടെന്ന് കണക്കുകളുണ്ട്. മനസ്സിലായില്ലേ? 1 രൂപ വീതം ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര ലക്ഷമായി? 1 ലക്ഷം രൂപയായേ. അതേ സമയത്ത് എത്രയൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ശബരിമലയെ കൊള്ള നടത്തിയിട്ടുണ്ടെന്നും പിന്നെ വേറെ ഏതൊക്കെ അമ്പലങ്ങളിലും മറ്റും നടത്തിയിട്ടുണ്ടെന്നൊക്കെ കാര്യമായിട്ട് അന്വേഷിക്കണം. മനസ്സിലായില്ലേ? അതിന് ഈ പറയുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസി ഉണ്ടല്ലോ, SIT എന്ന് പറയുന്ന കോടതിയുടെ കീഴിലുള്ള ഏജൻസി ആണെങ്കിലും അതിനകത്ത് വരുന്ന പോലീസുകാരൊക്കെ ആരുടെയാ? പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാർ തന്നെയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനുള്ള പ്രശ്നം വേറൊരു ഏജൻസി. ഇപ്പൊ കേന്ദ്രത്തെ UDF താങ്ങുവാണെന്ന് പറയും. അതായത് മറ്റേ നമ്മുടെ മുഖ്യമന്ത്രി എന്നാൾ പറഞ്ഞായിരുന്നു ഈ കേസ് CBI അന്വേഷിക്കണം രാഹുലിന്റെ കാര്യമേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് അവർക്ക് ഈ കേന്ദ്ര സർക്കാരിനോട് സംസാരിക്കാം. അതേ സമയത്ത് കോൺഗ്രസ്സുകാർ കേന്ദ്രത്തിൽ നിന്ന് ഏജൻസി വന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഈ മുഖ്യമന്ത്രിയൊക്കെ കാണിക്കുന്ന വെറും താഴ്ന്ന രാഷ്ട്രീയമാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പുള്ളിക്കാരനൊക്കെ ഈ മുഖ്യമന്ത്രി ആയിട്ട് വരുന്നതിന് മുമ്പൊരു ഇതുണ്ടായിരുന്നു. പുള്ളി MLA ഒക്കെ ആയിട്ടിരുന്നപ്പോൾ ഉള്ള സംസാര സ്റ്റൈലും സംസാരത്തിന്റെ ആ ഒരു രീതിയൊക്കെ. അതേസമയത്ത് ഇപ്പൊ PR വർക്ക് മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയിൽ. PR വർക്കിലൂടെ മാത്രം ഇവരുടെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ പുറത്ത് ചാടുമ്പോഴൊക്കെ ഇവർ പറയുന്ന പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ചർച്ച ചെയ്യുക തന്നെ വേണം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഇവിടുത്തെ ചർച്ചയും കാര്യങ്ങളും. ജനങ്ങൾക്ക് ആവശ്യമായ രാഹുൽ ചെയ്താൽ രാഹുലിനുണ്ട്, രാഹുൽ ചെയ്തില്ല രാഹുലിനില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായി? രാഹുൽ എന്തായാലും ഇല്ലെങ്കിൽ ഒരുത്തെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലും രാഹുൽ എന്താ കാണിച്ചെന്ന് പറയാനും ജനങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ജനങ്ങൾ അത് വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറ.